തളപതി എന്ന് പറഞ്ഞുകൊണ്ട് ജനനായകന്റെ ആദ്യത്തെ ഗാനം തളപതി കച്ചേരി പുറത്തു വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ആ പാട്ട് കണ്ടുവന്ന് നേരത്തെ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. അതായത് വളരെ കുത്തുപാട്ടാണ്, ഒരു തളപതി സ്റ്റൈൽ തന്നെയാണ്. വൺ ലാസ്റ്റ് ടൈം നമുക്ക് ഒരു തളപതിയുടെ ഒരു പാട്ടിനിട്ട് ഡാൻസ് കളിക്കുക, തിയേറ്ററിൽ പോയി ആഘോഷമാക്കാൻ കഴിയുന്ന അവസാനത്തെ പാട്ടായിരിക്കും ഇത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഗാനത്തിൻ്റെ ലിറിക്കൽ വീഡിയോയിൽ എന്ന് പറയുന്നത്. വിജയ് ചെയ്ത 69 കഥാപാത്രങ്ങളും ഇങ്ങനെ പെട്ടെന്ന് മിന്നി മറഞ്ഞു പോകുന്നത് ഈ ഗാനത്തിൽ കാണാം. അതിൻ്റെ കാരിക്കേച്ചേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് പോയി അവസാനം ജനനായകനിലേക്ക് കൊണ്ട് കാണിക്കുമ്പോൾ ഒരു ഇമോഷണൽ ഫീലാണ്. അതായത് ഒരു ആഘോഷ പാട്ടാണെങ്കിൽ പോലും ഒരു വല്ലാത്തൊരു ഫീലാണ് അത്. ഇനി വിജയ് സിനിമയിൽ ഇല്ല എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ കിടന്ന് തട്ടിക്കളിക്കുന്ന ഒരു പാട്ടും കൂടിയാണ്. ആൻഡ് തളപതി കച്ചേരി ആ പാട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ആ പാട്ട് റിലീസ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ 1 ലക്ഷത്തിൽ പരം ലൈക്സായി. വ്യൂസ് അല്ല, ലൈക്സ്. 1 ലക്ഷത്തിൽ പരം ലൈക്സായി. ഇങ്ങനെ വിജയ് ആരാധകർ അങ്ങനെയാണല്ലോ. വിജയ് ആരാധകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അണ്ണനെ പോലെ കണ്ട് യൂട്യൂബിൽ തരംഗമാക്കി മാറ്റുന്ന ടീമുകളാണ്. അവർ റെക്കോർഡുകൾ മേൽ റെക്കോർഡുകൾ തീർത്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഈ സിനിമയ്ക്ക് ഈ പാട്ടിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അംബേദ്കറിനേക്ക് കൊണ്ടുവന്നിരിക്കുന്ന രീതി കാണുന്നു. അത് വളരെ ഫോഴ്സ്ഡ് ആയിട്ട് കൊണ്ടുവന്നൊന്നുമല്ല. ആ ലിറിക്കിൻ്റെ ഫ്ലോ അനുസരിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോർഷനിൽ കൊണ്ടുവരുന്നൊരു ഗാനമാണിത്. ആൻഡ് 1 മിനിറ്റ് 58 സെക്കൻഡ് ആകുമ്പോൾ തളപതിയുടെ വോയിസ് വരും ഈ പാട്ടിൽ. ആൻഡ് അതൊരു വേറെ ഫീലാണ്. അതൊരു അനിരുദ്ധ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അനിരുദ്ധും അറിവും കൂടെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് 1:58 ആയപ്പോഴേക്കും വിജയുടെ ശബ്ദവും കൂടെ വരുമ്പോഴേക്കും ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ ആ കാണുന്ന രീതിയിലുള്ള ഒരു തളപതി ഫ്ലേവേഴ്സ് തന്നെ ഈ പാട്ടിലുള്ളത്. പക്ക കുത്തുപാട്ട്. ആൻഡ് തരത്തിൽ താഴാതെ എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു ലിറിക്കാണ് തരത്തിൽ താഴാതെ എന്ന് പറയുന്നൊരു സാധനം. അതൊരു പോയിൻ്റാണ്. അതൊരു വിജയ് എന്ന പൊളിറ്റീഷ്യൻ കൊടുക്കുന്നൊരു പോയിൻ്റാണ്. അത് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സോങ്. അതായത് ചിലപ്പോൾ ഈ പാട്ട് 2 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എനിക്കതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ചിലർക്ക് ഇത് ആവറേജ് ആയിട്ട് തോന്നും, ചിലർക്ക് ഇത് പക്ക കുത്തുപാട്ടായിട്ട് തോന്നും. പക്ഷേ ഇത് തിയേറ്ററിൽ ആഘോഷിക്കാൻ കഴിയുന്ന പാട്ടാണെന്ന് കരുതി തർക്കമില്ല. ആൻഡ് മമിത ബൈജു വിജയോടൊപ്പം ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ വേറൊരു സന്തോഷം, ഒരു മലയാളി എന്ന രീതിയിൽ ഒരു വേറൊരു സന്തോഷം. തളപതിയുടെ വലത്തേറ്റത്ത് പൂജ ഹെഗ്ഡെ, ഇടത്തേറ്റത്ത് മമിതയും കൂടെ കണ്ട് അവസാനത്തെ പാട്ടൊക്കെ കൂടെ ആകുമ്പോൾ പൊളിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഇതിനെപ്പറ്റി വലിയ റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല, കാരണം ഇത് കണ്ടപാടെ വന്ന് വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് ചില അബദ്ധങ്ങളൊക്കെ പറ്റി നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇൻ്റർനെറ്റ് കത്തുകയാണ്, എനിക്ക് അത്രേ അറിയാവൂ. കാരണം ആ പാട്ട് ലിങ്കിന് വേണ്ടി ഞാനിങ്ങനെ 6:3 വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ പാട്ടിനുള്ളൊരു ഗത്തുണ്ടല്ലോ, ആ ഗത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ആ പാട്ട് വന്ന് കഴിഞ്ഞ് ഓപ്പൺ കാണുന്ന കാഴ്ച തന്നെ 3 പരസ്യങ്ങളോടുകൂടിയാണ്. അമ്മാതിരി തുടക്കമാണ് ആ വീഡിയോ അപ്പോൾ തന്നെ തുടങ്ങുന്നത്. ആൻഡ് നല്ല ട്രാഫിക് ഇപ്പം തന്നെ ആ വീഡിയോയ്ക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിലാണ്. ആരാധകർ നല്ല രീതിയിൽ തന്നെ പൊളിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആൻഡ് വിജയുടെ ഹുക്ക് സ്റ്റെപ്പ് ഇനി അത് ഉറപ്പായിട്ട് ഇൻ്റർനെറ്റിൽ ട്രെൻഡിങ് ആയി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിജയുടെ ഒരു ഹുക്ക് സ്റ്റെപ്പ് ഈ പാട്ടിനകത്ത് ലിറിക്കൽ വീഡിയോ ആണെങ്കിൽ പോലും ആ ഒരു ഹുക്ക് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓബ്വിയസ്ലി അത് തരംഗമായി മാറും, അതിനകത്ത് തർക്കമൊന്നുമില്ല. സോ പാട്ട് എങ്ങനെയുണ്ട് തളപതി കച്ചേരി, ഹൗ വാസ് ഇറ്റ്? അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.